ഇത് അബദ്ധം പറ്റിയത്, ഈ പുസ്തകം എഴുതിയ ആൾക്ക് പറ്റിയ അബദ്ധം എന്താണ്? ഇവിടെ കാര്യകാരണ ബന്ധത്തിന് അതീതമായതിനെയാണ് അഭൗതികം എന്ന പദപ്രയോഗം കൊണ്ട് നാം അർത്ഥമാക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഈ ബുഷീർ സാഹിബിന് മലയാളം അറിയാഞ്ഞിട്ടാണോ, ഇനി ബോധപൂർവം ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണോ, അറബിയിലുള്ള പ്രാവീണ്യം കൊണ്ട് മലയാളം മറന്നുപോയതാണോ, മലയാളം ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തി നഷ്ടപ്പെട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തുമാത്രം വലിയ വഞ്ചനയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ പുസ്തകം അവിടെ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ചില വരികൾ മാത്രം അദ്ദേഹം വായിക്കുമ്പോൾ ആ ആശയം പൂർണ്ണമായി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വൈലുല്ലിൽ മുസല്ലീൻ എന്ന് മാത്രം വായിച്ചിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുക. ഈ ഒരു പ്രവണത അവസാനിപ്പിക്കൂ എൻ്റെ ബുഷീർ സാഹിബെ. ബഹുമാന പുരസ്സരം ആദരവോട് കൂടി ഇങ്ങോട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധമില്ലേ? പരലോകത്ത് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധം ഉള്ള ഒരു വ്യക്തി ചെയ്യേണ്ട പണിയാണോ ഇത്? എന്താണ് നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ മുകളിലുള്ളൊരു 3-4 പാരഗ്രാഫ് മുകളിൽ നിന്ന് അതൊന്ന് പൂർണ്ണമായിട്ടൊന്ന് വായിക്കുങ്ങൾ. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ എവിടുന്ന വായിച്ച് തുടങ്ങണമെന്ന് അറിയുങ്ങൾ. നിങ്ങൾ 25-ാമത്തെ പേജിൻ്റെ 2-ാമത്തെ പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ നിന്നാണ് നിങ്ങൾ വായിക്കേണ്ടത്. അവിടെ എന്താ ഉള്ളത്? ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ ബുഷീർ സാഹിബെ? അത് എന്താണെന്ന് ആ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ എന്ന് പറയാം. അത് നിങ്ങൾ വായിച്ചു കൊടുത്തോ? ഇല്ല. അത് വായിക്കാതെ നിങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെ കാര്യകാരണ ബന്ധത്തിന് അതീതമായതിനെയാണ് അഭൗതികം എന്ന പദപ്രയോഗം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതിനെയാണ് അഭൗതികം എന്ന പദപ്രയോഗം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ന് അവിടെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഹക്കിനെ മൂടി വെച്ചു. എന്നിട്ട് നിങ്ങളുടെ ഒരു ബാത്തിൽ അവിടെ സ്ഥാപിച്ചെടുക്കാൻ. ഇത് ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും വഴികേടിലേക്കുമല്ലേ നിങ്ങൾ വാസ്തവത്തിൽ കൊണ്ടുപോകുന്നത്. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം, അപകടം, പിഴവ്. ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ തൊട്ട് മുമ്പുള്ള പേജ് നിങ്ങോട്ടൊന്ന് വായിച്ചു നോക്കിയാട്ടെ. അത് നിങ്ങൾ വായിച്ചിട്ട് വിശദീകരിക്കുക. അവിടെ എവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത് നിങ്ങൾ തുടക്കത്തിൽ നിന്ന് വായിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 24-ാമത്തെ പേജിൻ്റെ 2-ാമത്തെ പാരഗ്രാഫ് മുതൽ നിങ്ങൾ വായിക്കണം. അതിൽ 3-ാമത്തെ പാരഗ്രാഫ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തട്ടുള്ള പാരഗ്രാഫൊക്കെ നിങ്ങൾ ഒന്നും അണ്ടർലൈൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ആ ഒന്നും പൂർണ്ണമായിട്ട് ഈ 24-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫ്, 3-ാമത്തെ പാരഗ്രാഫ്, 4-ാമത്തെ പാരഗ്രാഫ്, 5-ാമത്തെ പാരഗ്രാഫ്, 6-ാമത്തെ പാരഗ്രാഫ് അത് പൂർണ്ണമായിട്ടൊന്ന് വായിച്ച് നിങ്ങളൊന്ന് വിശദീകരിച്ചാട്ടെ. അദ്ദേഹം അതിന് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെയുള്ള അഭൗതികം എന്നത് എന്താണ്, അവിടെ തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങൾ അവിടെ കൃത്യമായി കൊടുത്തിട്ടാണ് പറയുന്നത് ഇങ്ങനെ. അത് പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എന്നതിനെക്കുറിച്ച് ഫൈസൽ മൗലവി കൃത്യമായി വിശദീകരിച്ചത് മറച്ചു വച്ചിട്ട് അത് പറയാതെ, അത് വായിക്കാതെ, ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഈ പുസ്തകം വായിച്ചോളണമെന്നില്ല. ഇത് കേൾക്കുന്ന ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇതെന്തോ വലിയ പിഴവ് എന്ന് തുടക്കത്തിൽ 4 വട്ടം പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്നതൊക്കെ പിഴവാണ് എന്ന ഏതെങ്കിലും അന്തം കമ്മികൾ ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ബുഷീർ സാഹിബ് നിങ്ങൾ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇനി ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കൃത്യമായി കേരള നെതുവത്തുൽ മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ തന്നെ തൗഹീദ് പഠിപ്പിക്കുന്നിടത്ത് കൃത്യമായി പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് പുറത്തിറക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ 24-ാമത്തെ പേജ് മുതൽ അതിൻ്റെ 2-ാമത്തെ പാരഗ്രാഫ് മുതൽ ഈ പറയുന്ന നിങ്ങൾ വായിച്ച് അവസാനിപ്പിച്ചത് വരെ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിക്കുക. ഇവിടെ മനുഷ്യരുടെ ഭൗതിക ലോകത്തെ കാര്യകാരണ ബന്ധം, അഭൗതിക ലോകങ്ങൾ, പർവാഹകളുടെ ലോകം, ജിന്നുകളുടെ ലോകം, മലക്കുകളുടെ ലോകം, അവിടുത്തെ കാര്യകാരണ ബന്ധങ്ങളും അത് തമ്മിലുള്ള വ്യത്യാസം മുമ്പിട്ട് മാറ്റിയിട്ട് എല്ലാം കൂടി ഒന്നാക്കി. എന്തിനാണ് ബുഷീർ സാഹിബ് വളരെ സോഫ്റ്റായിട്ട് ഈ തട്ടിപ്പ് നടത്തുന്നത്? നിങ്ങൾ ബോധപൂർവം തന്നെ അല്ലേ ഈ ചെയ്യണതൊക്കെ? കൃത്യമായിട്ട് ആ പുസ്തകത്തിൻ്റെ തൊട്ട് മുമ്പിൽ പറയുന്നുണ്ട് എന്താണ് അഭൗതികം എന്നതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളത് വായിക്കാതിരിക്കണം. അത് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻസ് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളത് വായിക്കാതിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് ആദ്യം ഫൈസൽ മൗലവി എഴുതി. അപ്പോൾ അള്ളാഹുവിന് മാത്രമായതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുക എന്നത്. അത് ബുഷീർ സാഹിബ് അംഗീകരിക്കുന്നില്ലേ?
അംഗീകരിക്കും. അത് നിങ്ങളെ സംസാരത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. ഇത് ബുഷീർ സാഹിബ് അംഗീകരിക്കൂല. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അഭൗതികം എന്നത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അഭൗതികം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതിനെ നിങ്ങളെന്താക്കി ഇവിടെ എത്തിയപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ പറയാണ്, ഇവിടെ മനുഷ്യരുടെ കാര്യകാരണ ബന്ധം, ജിന്നിൻ്റെ കാര്യകാരണ ബന്ധം, മലക്കിൻ്റെ കാര്യകാരണ ബന്ധം, ഇങ്ങനെ 4 ലോകങ്ങളിലുള്ള കാര്യകാരണ ബന്ധവും ഫൈസൽ മൗലവി എല്ലാം ഒന്നാക്കി എന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. എന്തൊരു തട്ടിപ്പ് അയാൾ നടത്തുന്നത്! എവിടെയാണ് ഇത് ഒന്നാക്കിയത്? ഓരോരുത്തർക്കും അവരവരുടേതായ കാര്യകാരണ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിയാവട്ടെ, ഏതൊരു പടപ്പാകട്ടെ, ഇവിടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിൽ അത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ. അത് ഫൈസൽ മൗലവി പറയുമ്പോൾ ഇത് 4ഉം ഒന്നാക്കലാണ് എങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത വാചകം എന്താ? നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അള്ളാഹു മാത്രമാണ്, യാതൊരു സംശയവുമില്ല ഞങ്ങൾ അടുത്ത വാചകം. അപ്പോൾ നിങ്ങളും ഒന്നാക്കിയില്ലേ? സൃഷ്ടാവിന് മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്, ബാക്കിയുള്ള പടപ്പുകൾക്കൊക്കെ കാര്യകാരണ ബന്ധമുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും ആ ആക്ഷേപത്തിൽ നിന്ന് മുക്തനല്ലോ. എന്താണ് ബുഷീർ സാഹിബ് ഇങ്ങനെ വൈരുദ്ധ്യം ഒരേ സമയത്ത് ഒരു സെക്കൻഡിൽ ഇങ്ങനെ പറയാൻ സാധിക്കുക? നിങ്ങൾക്കല്ലാതെ ആർക്കാ സാധിക്കുക? ഇതാണ് തൗഹീദിൽ കൈവച്ചാൽ ഇതുപോലെ വൈരുദ്ധ്യം പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കാനോ സമർത്ഥിക്കാനോ നിങ്ങൾക്ക് സാധ്യമല്ല. എത്ര വലിയ അറിവും കഴിവുണ്ടായിട്ടെന്താ? ഈ വൈരുദ്ധ്യമല്ലേ നിങ്ങൾ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഫൈസൽ മൗലവി എവിടെയാണ് ജിന്നിൻ്റെ കാര്യകാരണ ബന്ധം, മലക്കിൻ്റെ കാര്യകാരണ ബന്ധം, അതേപോലെ മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധം ഇതൊക്കെ ഒന്നാണെന്ന് ഏത് വരികളിൽ നിന്നാണ് നിങ്ങൾ വായിച്ചെടുത്തത്? നിങ്ങളുടെ ജൽപ്പനമല്ലേ ഇതൊക്കെ? നിങ്ങൾ സ്വയം എന്തെങ്കിലും മനസ്സിൽ കെട്ടിച്ചമച്ച് പറയുന്നതിനെ ഫൈസൽ മൗലവിയുടെ പെരടിൽ വെച്ച് കെട്ടുന്നുവെങ്കിൽ ആ വാദം നിങ്ങളുടെ മണ്ടയിലേക്ക് തന്നെ തൊട്ടടുത്ത് അള്ളാഹ് പറയിപ്പിച്ചു. എന്ത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അള്ളാഹു മാത്രമാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ കേട്ടോക്ക്. കാര്യകാരണ ബന്ധത്തെ അതീതായത് അള്ളാഹ് മാത്രമേ, യാതൊരു സംശയമില്ല. കാര്യകാരണ ബന്ധത്തെ അതീതായത് അള്ളാഹ് മാത്രമേ, യാതൊരു സംശയമില്ല. ഇത് ഞാൻ 2 വട്ടം ആവർത്തിച്ചതാ. നിങ്ങളിപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അള്ളാഹു മാത്രമാണ്, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ബാക്കിയുള്ള സൃഷ്ടികൾക്കൊക്കെ എന്തുണ്ട്? കാര്യകാരണ ബന്ധമുണ്ട്. ആ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുള്ളൂ. ആ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നത് ഓരോ സൃഷ്ടിക്കും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച്, അവരവരുടെ ഭൗതികതക്കനുസരിച്ച് അവർ പ്രവർത്തിക്കും. ഇതാണ് യഥാർത്ഥ അഖീദ. അത് മാറ്റാനും തിരുത്താനും നമ്മൾ പോകേണ്ടതില്ല. സൃഷ്ടികളിൽ നിന്ന് വേർപ്പെടുത്തി പറഞ്ഞു കൊടുത്താൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുർവ്യാഖ്യാനം ഒഴിവാക്കണം. ഇങ്ങനെ പറയുമ്പോഴേക്ക് ബാക്കിയുള്ള സൃഷ്ടികളുടെ കാര്യകാരണ ബന്ധം, ആ കാര്യകാരണ ബന്ധം, ഈ കാര്യബന്ധം ഇതൊക്കെ ഒന്നാക്കി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപം നിങ്ങളിലേക്ക് തിരിച്ചു വരാത്ത രൂപത്തിലെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈരുദ്ധ്യങ്ങൾ വരുന്നത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിലപാടുകളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ ജാതി വൈരുദ്ധ്യങ്ങൾ പറഞ്ഞു പോകും. അത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആദർശത്തിൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമില്ല. നിങ്ങൾ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തൗഹീദ്, യഥാർത്ഥ അഖീദ വിശ്വസിക്കാനും അതനുസരിച്ച് പ്രബോധനം ചെയ്യാനുള്ള തൗഫീക്ക് സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വളരെ സിമ്പിളാണ്. സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ്. അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ? അഭൗതിക കഴിവാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവാണ്, സാക്ഷാൽ ഗൈബിയായ മാർഗത്തിലൂടെ ഉള്ളതാണ്. എന്നാൽ സൃഷ്ടികൾ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക, അഭൗതികമാവുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷതമല്ല. അപ്പോൾ മനുഷ്യനെ അപേക്ഷിച്ച് ഓരോ സൃഷ്ടിയും വ്യത്യസ്തമായ കഴിവുകളാണ് അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതിനൊക്കെ പരിമിതികളുണ്ട്. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ആരാകട്ടെ, ഓരോന്നിനും അവരവരുടേതായ ഭൗതികമായ പരിമിതികൾ ഉണ്ട്. ബുഷീർ സാഹിബെ, ഏതൊരു സൃഷ്ടിയും അവരവരുടെ ഭൗതികതയിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധത്തെ നിങ്ങൾ ഇവിടെ ആളുകൾക്കിടയിൽ കൺഫ്യൂഷനാക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ഭൗതികത ഇങ്ങനെ അങ്ങോട്ട് പറയും. വെള്ളം കൊണ്ടും മണ്ണുകൊണ്ടും സൃഷ്ടിച്ച സൂക്ഷ്മനിരീക്ഷണ യന്ത്രങ്ങൾ കൊണ്ട് പരിശോധിക്കാൻ പറ്റുന്ന, കണ്ണുകൊണ്ടും മൂക്കൊണ്ടും നാവുകൊണ്ടും തൊടാനും മുത്താനും മണക്കാനും കഴിയുന്ന എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ഭൗതികതയിൽ ഇങ്ങോട്ട് ആളുകളെ കൺഫ്യൂഷനാക്കും. വാസ്തവത്തിൽ ഗുണവും ദോഷവും വരുത്താൻ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഈ 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്നാണോ? ആണോ ബുഷീർ സാഹിബേ? എന്താ നമ്മുടെ അഖീദ? ഒരു സൃഷ്ടിക്കും കഴിയില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ സൃഷ്ടാവിന് മാത്രമേ കഴിയൂ. ബാക്കിയുള്ള സൃഷ്ടികളൊക്കെ മനുഷ്യരിലേക്ക് ഇടപെടുന്നുണ്ടെങ്കിൽ അത് കാര്യകാരണ ബന്ധത്തിനകത്താണ്, അവരുടെ ഭൗതികതയിൽ നിന്നുകൊണ്ടാണ്. മനുഷ്യൻ്റെ ഭൗതികതയിൽ നിന്ന് അപ്പോഴെങ്കിലും വ്യാഖ്യാനിക്കാൻ പോകണ്ട. അത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. അവിടെ മനുഷ്യൻ്റെ ഭൗതികതയിലാണ് അവരിടപെടുന്നതെന്നല്ല, മനുഷ്യൻ്റെ ഭൗതികതയ്ക്ക് അപ്പുറത്ത് ഒരു സൃഷ്ടിയും ഇടപെടില്ല എന്നല്ല.
എന്നാൽ സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഏക ശക്തിയെന്ന് സമ്മേളന സുവനീർ പതിപ്പിൽ ബഹുമാനായ MM അക്ബർ സാഹിബ് എഴുതിയത് ഫൈസൽ മൗലവി നിങ്ങൾ ഈ വായിച്ചതിൻ്റെ തൊട്ട് മുമ്പുണ്ട്. അത് നിങ്ങൾ വായിക്കൂല. MM അക്ബർ സാഹിബ് മരിച്ചു പോയിട്ടില്ലല്ലോ, അയാൾ ജീവിച്ചിരിക്കണ്ടല്ലോ. ഏറ്റവും ചുരുങ്ങി അതെങ്കിലും നിങ്ങൾ വായിക്കണ്ടേ. അപ്പോൾ ഈ ജാതി തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് യഥാർത്ഥ തൗഹീദ് ജനങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ അറിവും കഴിവും സമയവും ഒക്കെ അതിനുവേണ്ടി നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാര്യകാരണബന്ധത്തെ അതീതായത് അള്ളാഹ് മാത്രമല്ല, യാതൊരു സംശയമില്ല. പക്ഷെ ഈ 4 ലോകങ്ങൾക്കും കാര്യകാരണ ബന്ധങ്ങളുണ്ട്. അപ്പോൾ കേട്ടില്ലേ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അള്ളാഹു മാത്രമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതിനെയാണ് അഭൗതികം എന്നതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത് എന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി ഇദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ 4 ലോകത്തിനും കാര്യകാരണ ബന്ധമുണ്ട്. അപ്പോൾ കാര്യകാരണ ബന്ധമുണ്ട് എന്നതിനെയാണ് നമ്മൾ ഭൗതികം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അഭൗതികം എന്നതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത് എന്താണ് എന്ന് ഫൈസൽ മൗലവി പറഞ്ഞത് തന്നെയാണ് നിങ്ങളും പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ് ഈ 4 ലോകത്തിനും കാര്യകാരണ ബന്ധമുണ്ട്, ആ 4 കാര്യകാരണ ബന്ധവും ഒരുപോലെയാണ് എന്നല്ല ഇത് മനസ്സിലാവുന്നത്. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ കാര്യകാരണ ബന്ധമുണ്ട്, അതിൻ്റേതായ ഭൗതികതയുണ്ട്. ആ നിലയ്ക്ക് ഓരോന്നും ഭൗതികമാണ് എന്നാണ് പറഞ്ഞത്. പ്രകൃതി വ്യവസ്ഥക്കുള്ളിലാണ് പരിധി പരിമിതികളോട് കൂടിയുള്ള അറിവും കഴിവുമേ ഏതൊരു സൃഷ്ടിക്കും ഉള്ളൂ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഭൗതികമാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ അത് പറയാൻ മൂപ്പർക്കൊരു പ്രയാസം. എന്നിട്ട് മൂപ്പരെന്താ പറയുക? നമ്മളെ സംബന്ധിച്ച് അഭൗതികം എന്നാ പറയുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് അഭൗതികമാവുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷത അല്ല ബുസീർ സാഹിബെ. അള്ളാഹിൻ്റെ മാത്രം പ്രത്യേകതകളിൽ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കൽ വരുമ്പോഴാണ് അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയുക. സൃഷ്ടികളുടെ സിഫത്ത് ഒരു സൃഷ്ടിയുടെ സിഫത്ത് മറ്റൊരു സൃഷ്ടിക്ക് വകച്ചു കൊടുക്കുന്നതിനെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയുന്നവൻ വാസ്തവത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയവനല്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. ഈ കുഫരിയത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയി യഥാർത്ഥ തൗഹീദിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന നസീഹത്ത് കൊണ്ടാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കൊണ്ടും കാണാൻ കഴിയാത്ത ഒരു സൃഷ്ടി ഇവിടെ ഉണ്ട്. ആ സൃഷ്ടിയുടെ പരിമിതികളായ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് സഹായമോ ഉപദ്രവമോ ഒക്കെ ചെയ്യും എന്നത് സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞു തന്നത് അപ്പടി അങ്ങനെ തന്നെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ വ്യക്തവും സുദൃഢവുമായി നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് നമുക്ക് എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റൂല? സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്നത്? അല്ല. സൃഷ്ടാവിൻ്റെ ചേരാത്ത ഒരു കാര്യം സൃഷ്ടാവിലേക്ക് ചേർത്തി പറയുന്നത് സൃഷ്ടാവിനെ സൃഷ്ടികളോട് തുലനപ്പെടുത്തലാണ്. അത് വലിയ അപകടമാണ്. അത് കുഫരിയത്തിലേക്ക് എത്തുന്ന വളരെ അപകടം പിടിച്ച പോക്കാണ്. ആ പോക്ക് നിങ്ങളിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് ഈ വിഷയം കൃത്യമായി നമ്മൾ സംവദിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടാവിനെ സൃഷ്ടികളിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ തന്നെ ചിലയിടത്തൊക്കെ പറഞ്ഞത് പരസ്പരം കോൺട്രഡിക്ഷൻ ആവുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് കൊണ്ടുവരാം. അത് ഞാനത് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ത്? അള്ളാഹു മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്, സംശയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അഭൗതികമായത് എന്ന് പറയുന്നത്. തൗഹീദും ശിർക്കും വേർതിരിക്കുമ്പോൾ തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്ത് അഭൗതികം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അള്ളാഹു മാത്രമാണെന്ന്? അതേ കാര്യമാണ് അഭൗതികം കൊണ്ട് ഞങ്ങൾ വിവക്ഷിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ആ അഭിപ്രായ ഭിന്നത ഇവിടെ തീർക്കുകയാണ്. പിന്നെ ചില പദക്കസർത്തുകൾ കൊണ്ട് ആളുകൾക്കിടയിൽ ഫിതനയും ഫസാദും ഉണ്ടാക്കാതെ യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചു വന്ന് സൃഷ്ടാവിനെ സൃഷ്ടികളിൽ നിന്ന് വേർതിരിച്ച് മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്താവുക എന്നത് സൃഷ്ടികളുടെ പ്രത്യേകതയാണ്. അത് സൃഷ്ടാവിൻ്റെ മാത്രമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടികളിൽ നിന്നും വ്യതിരക്തമായി സാക്ഷാൽ വൈബിയായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാനും ഇടപെടാനും കഴിയുന്ന ഏക ശക്തി അള്ളാഹു മാത്രമാണ് എന്ന യഥാർത്ഥ അഖീദയിലേക്ക് തിരിച്ചു വരണം. അല്ലെങ്കിൽ നിങ്ങളുടെ തൗഹീദ് കട്ടപ്പുകയാണ്. പരലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.